എന്തൊക്കെയാണ് എന്റെ ഡയലോഗ്? ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും, ആനയേക്കും ചേനയേക്കും. ഇപ്പൊ ഒന്നുമില്ല. ഒന്ന് വെറുപ്പിച്ചാക്കങ്ങ. അടുത്ത 5 കൊല്ലം പറഞ്ഞ സഹിക്കണ്ടേ? അത് സഹിക്കാൻ വേണ്ടി വരും. ഞങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ, കേട്ടോളി നന്നായിട്ടേ. ഇനി ഇലക്ഷൻ ആയി കഴിഞ്ഞാലേ ഒരാള് ജയിക്കും, എല്ലാവർക്കും ഇപ്പൊ ജയിക്കാൻ പറ്റൂലല്ലോ. ഓയ് സുമേഷ്. ആ ചേട്ടാ, മെമ്പർ വന്നിട്ട് മധുരം കൊടുക്കലാണ് തന്നെ. വരും. സുമേഷ് എന്തൊക്കെയാ? അടിപൊളി, സന്തോഷായി. അല്ല, നിങ്ങളൊക്കെ പോലെ നല്ല ജയിപ്പിച്ചതല്ലേ, അപ്പൊ ഒന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എല്ലാരോടും നന്ദി പറയണം, മുട്ടായി കൊടുക്കണം, മധുരം കൊടുക്കണം. പിന്നെന്താ? വളരെ സന്തോഷം. ഓക്കെ, സുഖല്ലേ? സുഖം. എല്ലായിടത്തും പോയോ? എല്ലാവരോടും വിവരം പറയണം കേട്ടോ. വന്നിരുന്നു, കണ്ടിരുന്നു, കാണാൻ വരുന്നും പറയണം. ഓക്കെ അല്ലേ? ആഘോഷല്ലേ അത് പറ. ആദ്യം നമ്മളാ മറ്റേ പാർട്ടിന്റെ വെറും കുത്തിച്ചിരിപ്പല്ലേ ഞാനില്ലേ, നിങ്ങൾക്കൊക്കെ വേണ്ടി എത്രയോ കളിച്ചിക്കണത്. നിങ്ങൾ തോൽക്കാൻ വേണ്ടി കുറെ കളി കളിച്ചു. പിന്നെന്താ എത്ര കളി. ആയിക്കോട്ടെ, എന്നാ ശരി. ആയിക്കോട്ടെ. മുട്ടായി ആർക്ക്? കുറച്ച് മുട്ടായി കൊടുക്കും. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളൊക്കെ തോൽക്കാൻ വേണ്ടി എന്തെങ്കിലും കളിയാൻ കളിച്ചിരിക്കണം അവിടെ. പിന്നെ എത്ര കളി, ആകെ ഓരന്നെയാണ് മെയിൻ ആയിട്ട് കളിച്ചത്. പിന്നെ അങ്ങനെ തരാം. ശരിയല്ലേ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മുട്ടായി തരും, ഞാൻ പറയാം. എന്തൊക്കെയാണ് എന്റെ സുഖം അറിയില്ലേ? പ്രാവശ്യം ഞാൻ വിജയിച്ചു, അതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ട് നന്ദി പറയാൻ വേണ്ടിട്ട്. ഇത് മധുരാണ് കുറച്ച്. എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? എന്താ കുഴപ്പമൊന്നുമില്ല, സുഖമല്ലേ? അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം, വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. ഓക്കെ, എന്നാ ശരി കേട്ടോ. കേട്ടോ, മാക്സിമം കവർ ചെയ്യണം കേട്ടോ. എല്ലാരും ഒന്ന് കാണാം, ഇന്ന് തന്നെ കാണാം, അതാണ് എന്റെ മര്യാദ. അപ്പൊ പറഞ്ഞ പോലെ ആയിക്കോട്ടെ. ഓക്കെ, എന്നാ ശരി. മറ്റേ വാണ്ടില്ലേ കേട്ടോ. എന്ത് പറ്റി? ലോലൊക്കെ കുത്തിത്തിരിപ്പല്ലേ, നമ്മള് വെറുതെ പറയായിട്ടല്ലേ, അതൊക്കെയാണ് പ്രശ്നം. സുമേഷേ, നമ്മൾ ജയിക്കുന്നവരെയാണ് നമുക്ക് രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ. ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നാടിന്റെ മെമ്പറാണ്, അതാദ്യം മനസ്സിലാക്കണം. അവിടെ നമുക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ എപ്പോഴും നമ്മൾ നാടിന്റെ ഒപ്പം ഉണ്ടാവണം, നാട്ടുകാർക്കൊപ്പം ഉണ്ടാവണം. അതാണ് ഒരു മെമ്പർ, മനസ്സിലായോ? എന്നാ ശരി. ഓക്കെ, ഞാനത് അത്ര ആലോചിച്ചില്ല. ശരി, സന്തോഷം. കാണാം. ശരി സുരേഷ്.